ഇന്ന് ബ്രസീൽ തോറ്റു, സ്കോർ ബോർഡിൽ അതായിരിക്കും പറയുക, ഇന്ന് വാർത്തകളിലും അത് തന്നെ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം, ചരിത്രം ഒരിക്കലും സ്കോർ ബോർഡുകളിലല്ല എഴുതപ്പെട്ടത്. നോർവേ ഇന്ന് വിജയിച്ചിരിക്കാം, അവർ അത് അർഹിച്ചിരുന്നു. പക്ഷേ അവർ തോൽപ്പിച്ചത് ഒരു മത്സരം മാത്രമാണ്, ബ്രസീൽ എന്ന വികാരത്തെ അല്ല. 1958 ഒരു 17 വയസ്സുകാരന് ലോകത്തെ വിസ്മയിപ്പിച്ചപ്പോൾ തുടങ്ങിയ കഥ. 1970 ലോക ഫുട്ബോളിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ വളർന്ന കഥ. 1994 കണ്ണീരിലൂടെ തിരിച്ചു വന്ന കഥ. 2002 വീണ്ടും ലോകത്തിന്റെ നെറുകയിലെത്തിയ കഥ. 2014 തകർന്നിട്ടും മരിക്കാതെ നിന്ന കഥ ഇന്നും തുടരുകയാണ്. കാരണം ബ്രസീൽ വീഴാം, പക്ഷെ ബ്രസീൽ അവസാനിക്കുന്നില്ല. ഓരോ പരാജയത്തിന് ശേഷവും ഈ ലോകം ചോദിക്കും, ബ്രസീൽ കഴിഞ്ഞോ? പിന്നെ പുതിയൊരു തലമുറ വരും, പുതിയൊരു 10ാം നമ്പർ വരും, പുതിയൊരു സ്വപ്നം ജനിക്കും. അങ്ങനെ ബ്രസീൽ വീണ്ടും വരും. അതാണ് ബ്രസീലിന്റെ ചരിത്രം. ഇന്ന് നോർവേ വിജയിച്ചു, അവർക്ക് ആദരവ്. പക്ഷെ ഇന്നും ലോകത്തിന്റെ ഓരോ തെരുവിലും, ഓരോ കടൽ തീരത്തും, ഓരോ കുട്ടിയുടെ കാലിലും ഒരു കാൽപന്ത് ഉരുളുമ്പോൾ ഫുട്ബോൾ ഇപ്പോഴും ബ്രസീലിയൻ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് കരയാം, പക്ഷെ ഒരിക്കലും തല കുനിക്കരുത്. കാരണം നാം പിന്തുണയ്ക്കുന്നത് വെറും ഒരു ടീമിനെയല്ല, ഫുട്ബോളിന്റെ ഏറ്റവും മനോഹരമായ അധ്യായത്തെയാണ്. രാജാക്കന്മാർ തോൽക്കാം, പക്ഷെ രാജവംശങ്ങൾ അതൊരിക്കലും അവസാനിക്കുന്നില്ല.